മഹാഗുരുശരണം. ഇന്ന് 18/2/2025 ചൊവ്വാഴ്ച, ചോതി നക്ഷത്ര ദിവസം. ചോതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരസിംഹദേവരുടെ നക്ഷത്രമാണ്, ഹനുമാൻ സ്വാമിയുടെ നക്ഷത്രമാണെന്ന് പറയുന്നു, ശനീശ്വരൻ്റെ നക്ഷത്രമാണെന്ന് പറയുന്നു ചോതി. ആ ദിവസം ഇന്ന് എൻ്റെ ഉപാസനയൊക്കെ കഴിഞ്ഞ് നമ്മുടെ എറണാകുളത്തുള്ള എടപ്പള്ളി കൊട്ടാരം മഹാഗണപതി ക്ഷേത്രം, അതുപോലെ പേരണ്ടൂർ ദേവി ക്ഷേത്രം, അതുപോലെ നമ്മുടെ പാവക്കുളം പാർവതി മഹാദേവ ക്ഷേത്രം, അവിടെയൊക്കെ ദർശനം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്. അപ്പോൾ ഞായറാഴ്ച തൊട്ട് ഞാൻ വോയിസ് ഇട്ടില്ലായിരുന്നു. അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില സൂചന കിട്ടാനായിരുന്നു. കാര്യം ഇനി ഇടുന്ന വോയിസ് ബാബാജിയായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം എന്നൊരു സൂചന ലഭിച്ചതുകൊണ്ട് അതിന് ഒരു ക്രോസ് ചെക്കിങ്ങിന് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അബാക് മീഡിയയിലെ വീഡിയോ വന്നിട്ട് ഒരു 10-15 പേര് കോൺടാക്റ്റ് ചെയ്തു. പക്ഷേ ഇപ്പോൾ ഞാൻ അവിടെ പറഞ്ഞ് ഒരു കാരണവശാലും എൻ്റെ നമ്പർ കൊടുക്കരുതെന്ന് പറഞ്ഞു. കാര്യം എനിക്ക് എൻ്റെതായ ഇതുണ്ട്. പക്ഷേ എന്നിലേക്ക് കോൺടാക്റ്റിൽ വരേണ്ടവർ എങ്ങനെയെങ്കിലും എത്തും. അപ്പോൾ അബാക് മീഡിയയിൽ നിന്ന് നമ്പർ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. വേറെ ആരെങ്കിലും സ്റ്റാറ്റസ് ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെ എത്തും, ആരാണ് എന്താണെന്നുള്ള രീതിയിൽ എത്തും. അങ്ങനെ കുറേ പേരെത്തി. അപ്പോൾ ഈ ബാബാജിയുടെ കെയർ ഓഫ് എന്ന് പറഞ്ഞാൽ ബാബാജിയുടെ കണക്ഷനുള്ളവർ, ഒരു കണക്ഷൻ പല ആൾക്കാരുടെ കിട്ടുന്നുണ്ട്. അതിൽ ഒരു വ്യക്തി എൻ്റെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് തിരിച്ച് എപ്പോഴെങ്കിലും വിളിക്കാൻ സമയം പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിമിത്തം കിട്ടണം, എങ്കിൽ മാത്രമേ ഞാൻ ഇത് ചെയ്യുള്ളൂ. എന്നെ അടുത്തറിയുന്നവർക്കറിയാം ഞാൻ ആരാണ്, കാശിന് വേണ്ടിയാണോ ചെയ്യുന്നതെന്ന് അടുത്തറിയുന്നവർക്കറിയാം. യൂട്യൂബിൽ വന്ന് പലരും പല കമൻ്റ് ഇടുന്നുണ്ട്, പ്രത്യേകിച്ച് അബാക്കിൻ്റെ. അവർ ഒരു സേവനം എന്നുള്ള രീതിയിലാണ് എൻ്റെ വോയിസുകൾ ഒരു അനുഭവത്തിൻ്റെ പുറത്ത് അവർ ഇടുന്നത്. അതിന് അവരോട്, അബാക് മീഡിയയുടെ മെയിനായിട്ടുള്ള ശ്രീ യോഗി സാറിനോടും എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. അതുകൊണ്ട് പല ജനങ്ങളിൽ, സാധാരണക്കാരിലെ പ്രശ്നങ്ങൾ പല ആൾക്കാരിലെത്തി. അതിന് പ്രതിവിധി എന്താണെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബന്ധപ്പെട്ട വ്യക്തി ഞായറാഴ്ച ഞാൻ ആ വ്യക്തിക്ക് മെസ്സേജ് അയച്ചു, സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇന്നലെ എന്നെ വിളിച്ചു. അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആ വ്യക്തിക്ക് തന്നെ മനസ്സിലായി ഇത് ബാബാജിയുടെ കണക്ഷനാണെന്ന് മനസ്സിലായി. കാര്യം ആ വ്യക്തി ഇപ്പോൾ ഉള്ള സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ആൾക്കാർ കുംഭമേളയ്ക്ക് പോകുന്നതുകൊണ്ട്, ഇദ്ദേഹം ഗവൺമെൻറ് സർവീസിലുള്ള വ്യക്തിയാണ്, അദ്ദേഹത്തിന് ലീവ് കിട്ടിയില്ല എന്ന് തോന്നുന്നു. കുംഭമേളയ്ക്ക് പോകുന്നതുകൊണ്ട് അവരെ യാത്ര അയക്കാനായിട്ട് കുടുംബത്തിൽ പോയിരിക്കുക. അത് തൃശ്ശൂർ ഭാഗത്തെങ്ങാണ്ടെയാണ് കുടുംബം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ വെച്ചാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ കുംഭമേളയ്ക്ക് പോകേണ്ട ആൾ പുറപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ 1 മണിക്കൂറോളം സംസാരിച്ചു. ഇന്നലെ വൈകിട്ടെന്ന് പറഞ്ഞാൽ 8:30 കഴിഞ്ഞിട്ട്. ആ സമയത്തൊക്കെ ഈ കുംഭമേളയ്ക്ക് പോയ ആൾ ഇടയ്ക്ക് എത്തിയിട്ട് വിവരം പറയാനായിട്ട് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ എനിക്ക് മനസ്സിലായി, അത് നമ്മൾ അറിയാണ്ട് ബാബാജിയായിട്ട് നമുക്ക് കണക്ഷൻ വരുന്നുണ്ട്. കാര്യം ഭാരതദേശത്തിൽ ഈ ക്രിസ്തുവിന് ശേഷം, അത് ശരിക്കും പറഞ്ഞാൽ BC 260-263 ശേഷമാണെന്ന് പറയുന്നത്. കൃത്യം എനിക്കറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഈ മഹാവതാർ ബാബാജി എന്ന് പറഞ്ഞ്, അത് മുരുകൻ്റെ അംശമാണെന്ന് പറയാം, കൃഷ്ണൻ്റെ അംശമാണെന്ന് പറയാം, എന്താണ് ബുദ്ധൻ്റെ ഇതാണെന്ന് പറയാം, എന്തും പറയാം. പക്ഷേ ആത്മീയമായിട്ട് ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. ഈ പ്രപഞ്ച നിയന്താവുണ്ടെന്ന് പറയുന്നവരിൽ അത് ജാതിമത ഭേദമന്യേ, വർണ്ണവർഗ വ്യത്യാസമന്യേ, ദേശകാല ഭേദമന്യേ. മനസ്സിലായി? അത് അമേരിക്കക്കാരനും ആസ്ട്രേലിയയിലുള്ളവനും യൂറോപ്പിലുള്ളവർക്കും ചൈനയിലുള്ളവർക്കും എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കണക്ഷൻ കുറേ അധികം ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. അത് എല്ലായിടത്തും കിട്ടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യം. അദ്ദേഹം ആത്മതലത്തിൽ ഉള്ളവരുമായിട്ട് ഇതാകുന്നുണ്ട്, ബന്ധപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ കുംഭമേളയിൽ 50 കോടി ജനങ്ങൾ അവിടെ കുംഭമേളയിൽ പുണ്യസ്നാനം നടത്തിയെന്നാണ് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രാജ്യത്തിൻ്റെ പ്രധാന നേതൃസ്ഥാനത്തിരിക്കുന്നവർ, ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർ, ജനാധിപത്യ പ്രക്രിയ അനുസരിച്ച് ഏറ്റവും മുകളിൽ ഇരിക്കുന്നവരെല്ലാം കുംഭമേളയിൽ സ്നാനം നടത്തിക്കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ അത്ഭുതമാണ്. മനസ്സിലായി? ഈ പ്രപഞ്ചശക്തി, അത് ദൈവം എന്ന് പറയാം, ഏത് പേരിട്ടും നമുക്ക് വിളിക്കാം. പക്ഷേ ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്ന ഒരു ശക്തി എന്തൊക്കെയോ പ്ലാനറ്റ് ഉണ്ട്. കാര്യം മനുഷ്യൻ്റെ എല്ലാവരുടെയും നന്മയാണ്. ഏതായാലും ബിഗ് ബാങ് തിയറിയിൽ നമ്മളവിടെ നിന്ന് തെറിച്ചുപോയ ഊർജ്ജകണികകളാണ് നമ്മളെല്ലാം.
അപ്പോൾ ഇത് തിരിച്ച് നമ്മൾ ഈ പ്രപഞ്ച ലയനം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭൂമിയുടെ ലയനം എന്തും ആകട്ടെ, ഓരോന്നും ഓരോ സിദ്ധാന്തങ്ങൾ പറയുന്നു. ഇപ്പോഴും ശാസ്ത്രം എന്താണ് സംഭവിക്കുന്നതെന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിലേക്ക് എത്താനുള്ള തത്രപ്പാടിലാണ് നമ്മൾ ഈ നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ആ സമയത്ത് ഈ ശരീരമല്ല ഞാൻ, ഈ പറയുന്ന പേരോ ഈ പറയുന്ന ജാതിയോ മതമോ ഈ പറയുന്ന രാജ്യമോ വാസിയോ ആയ ഒതുങ്ങി നിൽക്കേണ്ടതല്ല എൻ്റെ വ്യക്തിത്വം. ഞാനെന്ന വ്യക്തി ഇത് വർക്ക് ചെയ്യുന്ന ആ എനർജി വേറൊരു തലമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അടിമുടി മാറും. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമുക്ക് ഹിതകരമായത് മാത്രമേ പ്രപഞ്ചം ചെയ്യുന്നുള്ളൂ. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനത്തെ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഈ ജീവിതത്തിലെയും പല ജീവിതത്തിലെയും വിക്രയങ്ങളാണ്. കാര്യം മത്തം കുത്തിയ കുമ്പളം മുളക്കില്ല എന്ന് പണ്ടത്തെ ആൾക്കാർ പറയല്ലേ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിതച്ചത് നമ്മൾ കൊയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ വിതയ്ക്കലുകൾ നല്ല വിതയ്ക്കലുകളായാൽ വിളവും നന്നായിട്ട് 100 മേനി വിളവ് നല്ല രീതിയിൽ പോസിറ്റീവായുള്ള വിളവുകൾ നമുക്ക് ലഭിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ കാര്യം പലരും കമൻ്റ് ഇട്ട് കൂടുതൽ നേരത്തേക്ക് ഇത് ചെയ്യരുതെന്ന്. മാക്സിമം ഒരു 10 മിനിറ്റിനകത്ത് നിർത്തും. ഇപ്പോൾ 6 മിനിറ്റായി. ഇത് നിങ്ങൾ യൂട്യൂബിൽ നോക്കുമ്പോൾ അത് സ്പീഡ് 1.5 1.75 2 ആക്കി സ്പീഡിൽ കേൾക്കാം. കാര്യം ഞാൻ പറയുന്നത് വളരെ പതുക്കെയാണ്. അപ്പോൾ എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഉപാസന ക്ഷേത്ര ദർശനത്തിൻ്റെ ആ പുണ്യം ഞാൻ പങ്കുവെച്ച് നൽകുന്നു. എല്ലാവരുടെയും ജീവിതം സകുടുംബം ആയുരാരോഗ്യ സൗഖ്യവും സൽസന്താന സൗഭാഗ്യവും ധനധാന്യ സമൃദ്ധിയും സർവകാര്യസിദ്ധിയും സർവൈശ്വര്യവും സർവ മനോകാമനാഭിഷ്ടവും നടക്കുന്നതാകട്ടെ. കുടുംബത്തിൽ എല്ലാവരുടെയും കുടുംബത്തിൽ ശാന്തി സമാധാനം സന്തോഷം സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് എൻ്റെ ഇന്നത്തെ വോയിസ് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.